സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ച വായില്യാംകുന്ന് പാടശേഖരത്തിലെ അജിത്തിന്റെ കൃഷിയിടം കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. കർഷകന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് നേതാക്കൾ അറിയിച്ചു. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ കൂടിവരുന്ന സാഹചര്യത്തിൽ പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നും കർഷകന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു. ഈ കടമ്പഴിപ്പുറത്തെ സംബന്ധിച്ചോളം പല കേസുകളും പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി എഴുതിയ അവിടെ കൊടുക്കുക. ആ പരാതി 2 ദിവസവും 3 ദിവസവും പോലീസ് വരും, അന്വേഷണം നടത്തും. അത് ഒന്നും കിട്ടാണ്ട് അത് അവിടെ അനിശ്ചിതമായി അവിടെ ഫയലിൽ ഒതുങ്ങുക മാത്രമാണ്. ഇതും അങ്ങനെ ഫയലിൽ ഒതുങ്ങുക ആവാൻ പാടില്ല എന്നാണ്. അതിനുവേണ്ടി കൃഷിക്കാരുമായിട്ടും ഈ ഭാഗത്തുള്ള ആളുകളുമായി സഹകരിച്ച് ഒറ്റക്കെട്ടായി ഇതിലെ പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടി മാതൃകാപരമായുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കുന്നതിനും കർഷകന് നഷ്ടപ്പെട്ട കൃഷിക്ക് നഷ്ടപ്പെട്ട എത്രയാണ് അയാളുടെ മൂല്യം, അതിന് സമാനമായുള്ള തുക ഈ ക്രിമിനൽ ഗുണ്ടകളിൽ നിന്നും ഈടാക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ ഭൂമിയുടെ ഉടമസ്ഥനും കൃഷിക്കാരനുമായ രാജേട്ടനും കുടുംബത്തിനും ഞങ്ങളെല്ലാവരും ചെയ്യാൻ തയ്യാറാണെന്ന് മാത്രം പറയുന്നു. കടമ്പഴിപ്പുറം 12ാം വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് എ രവീന്ദ്രൻ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി പി മുരളീകൃഷ്ണൻ, മുൻ വാർഡ് മെമ്പർ എം പി പ്രദീപ്, വേട്ടേക്കര വാർഡ് പ്രസിഡന്റ് രാമചന്ദ്രൻ, INTUC മുൻ മണ്ഡലം പ്രസിഡന്റ് ഫിറോസ് പാറയ്ക്കൽ, രാധാകൃഷ്ണൻ, പുലാപ്പറ്റ മണ്ഡലം ഭാരവാഹി PS കൃഷ്ണകുമാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസമാണ് കടമ്പഴിപ്പുറം വായില്യാംകുന്ന് അടിയത്ത് വീട്ടിൽ അജിത്തിന്റെ 50 സെന്റ് കൃഷിയിടത്തിലെ ഞാലിപ്പൂവൻ വാഴകളും കവുങ്ങിൻ തൈകളുമാണ് സാമൂഹ്യവിരുദ്ധർ വെട്ടി നശിപ്പിച്ചത്. നാവികസേനയിൽ നിന്നും റിട്ടയർ ചെയ്തു വന്ന് കൃഷിയിലേക്ക് ഇറങ്ങിയ വ്യക്തിയാണ് അജിത്. CCN കടമ്പഴിപ്പുറം.